ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. 63,043 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. മണ്ഡലകാലം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 3 ലക്ഷത്തിലധികം പേർ സന്നിധാനത്ത് എത്തിയെന്നാണ് കണക്കുകൾ. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് സ്പെഷ്യൽ ഓഫീസർ കെ ബൈജു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചേട്ടും ഇവിടെ സ്വാമിമാർ ദർശനം വരാമെങ്കിൽ വെർച്വൽ ക്യൂ വേണം, അല്ലെങ്കിൽ അവരുടെ ആധാർ കാർഡ് വേണം. ഈ രണ്ടുപേരുടെയിലും യാതൊരു തെളിവുകളുമില്ല. ആധാർ കാർഡില്ല, ID കാർഡില്ല. അവർ എന്തിനാണ് ഇവിടെ വന്നതിനൊരു എക്സ്പ്ലനേഷൻ തരാത്തതുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഫോറസ്റ്റിൽ നമുക്കറിയാം, ഫോറസ്റ്റിലേക്ക് നമ്മൾ കടന്നു കയറാൻ പാടില്ല. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ചാണ് നമ്മൾ സ്വാമിമാർ ഇവിടെ തൊഴാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ടും അവരുടെയിലും മറ്റെന്തോ ചില സംശയമായ ആയുധങ്ങളെന്തോ കണ്ടുകൊണ്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് സന്നിധാനത്ത് നിന്ന്. പ്രവീൺ, ഭക്തജന തിരക്ക് വലിയ തോതിൽ കൂടുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ ദർശനം പുരോഗമിക്കുന്നത്? സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നട തുറന്നു. അതിനുശേഷം ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയ നടപ്പന്തലിലും ഒപ്പം തന്നെ സന്നിധാനത്ത് ഫ്ലൈ ഓവറിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ 18-ാം പടി കയറി ഫ്ലൈ ഓവർ വഴിയാണ് ഇപ്പോൾ ഭക്തരെ കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസം തിരക്ക് കുറഞ്ഞ സമയത്ത് ഫ്ലൈ ഓവർ ഒഴിച്ചിട്ട് ഭക്തരെ നേരെ വലതുവശത്തു കൂടി സോപാനത്തിൻ്റെ ആ ഭാഗത്തേക്ക് കടത്തിവിട്ടിരുന്നു. ഇപ്പോൾ നട തുറന്ന്, അതായത് വൃശ്ചികം 1-ന് നട തുറന്ന ശേഷം ആകെ എത്തിയ ഭക്തരുടെ എണ്ണം ഇതിനോടകം തന്നെ 3 ലക്ഷം പിന്നിട്ടിട്ടുണ്ട്. 3,74,071 പേർ ഇതിനോടകം തന്നെ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്ന് ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 34,841 പേർ ഇന്ന് പുലർച്ചെ 3 മണി മുതൽ ഈ സമയം വരെ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നും 70,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. തത്സമയ ബുക്കിങ്ങിന് 10,000 പേർക്കും അവസരമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തത്സമയ ബുക്കിംഗ് പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ശരാശരി 4,000-5,000 പേർ മാത്രമാണ് ഈ തത്സമയ ബുക്കിങ്ങിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ തത്സമയ ബുക്കിങ്ങിൻ്റെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന എല്ലാ ഭക്തരും സന്നിധാനത്തേക്ക് എത്തുന്നില്ല. പരമാവധി 65,000-നും 70,000-നും ഇടയിൽ ഭക്തർ മാത്രമാണ് എത്തുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് പരിസര പ്രദേശങ്ങളിൽ കാടുകളിൽ ഒളിഞ്ഞിരുന്ന 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലെല്ലാം വനമേഖലകളിൽ ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്ന് സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡോ അല്ലെങ്കിൽ മതിയായ രേഖകളോ ഇല്ലാതെ സന്നിധാനത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ മതിയായ രേഖകളുമായി മാത്രമേ ശബരിമലയിലേക്ക് എത്താവൂ എന്നൊരു അറിയിപ്പ് കൂടി നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വന മേഖലകളിലും വ്യാപകമായിട്ടുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. അവിടെ കൂടുതൽ സമയം വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന മോഷ്ടാക്കളെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഉച്ചകഴിഞ്ഞ് ഇന്ന് 3 മണിക്ക് ശേഷം നട തുറന്ന ശേഷം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനോടകം തന്നെ 34,841 പേർ സന്നിധാനത്തേക്ക് എത്തി കഴിഞ്ഞു. വരുന്ന 3 ദിവസങ്ങളിൽ സന്നിധാനത്ത് ചെറിയ മഴയും ഒപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭക്തജന തിരക്കിന് ഒരു കുറവുമില്ല സന്നിധാനത്ത് എന്ന് തന്നെയാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.